Hi dears, welcome back to Xylem Learning. It's me, Shahid Ramzan. 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ചിലപ്പോൾ 5ൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരും. അത് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനാണ്. സോ വളരെ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളാണ്. ഈ ഭാഗത്തു നിന്നും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരും. ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് പുഷ്പം പോലെ ആൻസർ ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക, ഇങ്ങനെയൊക്കെ സാറുമാര് സൈലത്തിലുണ്ട്, വന്ന് കണ്ടു നോക്കാൻ പറയടാ. നമ്മൾ ഈ വരുന്ന എക്സാം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടിത്തരും. അത് ഞങ്ങൾ തരുന്ന വാക്കാണ്. സോ മക്കളെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ ടോപ്പിക്കിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മാജിക് ഓഫ് 9, 9ന്റെ മാജിക് ആണ്. 9ന്റെ മാജിക് നമുക്കറിയാം. 1/9 എന്ന് പറഞ്ഞാൽ പഠിച്ചു വെച്ചോളൂ മക്കളെ, 0.111 എക്സെട്ര. 2/9 എന്ന് പറഞ്ഞാൽ 0.222 എക്സെട്ര. 3/9 എന്ന് പറഞ്ഞാൽ 0.333 എക്സെട്ര. ഈ ഒരു ഐഡിയ ആണ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ 4/9 എന്ന ഈ സെയിം സംഭവം 0.444 അങ്ങനെ പോയി 8/9 വരെ നിങ്ങൾ പഠിച്ചു വെക്കുക. 8/9 എന്ന് പറഞ്ഞാൽ 0.888 എക്സെട്ര ആണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോദ്യം വരും. അതിന് മിക്കവാറും 4 മാർക്ക് വരെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എക്സാം മോളിൽ പോയതിനു ശേഷം വന്നതിന് ശേഷം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ ഭാഗം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. 0.888 എക്സെട്ര. ഇപ്പൊ 9/9 ആണെങ്കിൽ 1 ആണ് കേട്ടോ. ഇപ്പൊ 0.999 എക്സെട്ര എഴുതണ്ട. ഓക്കെ, സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ രീതിയിൽ ചോദ്യം കാണുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 1/9. ഒരു പരീക്ഷയ്ക്ക് വന്ന 1 മാർക്കിന്റെ ക്വസ്റ്റ്യനാ. ഒന്നുമില്ല, സിമ്പിൾ. 0.111 എക്സെട്ര. റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 2/9. 0.222 എക്സെട്ര. സിമ്പിൾ അല്ലേ? ചെയ്യാൻ പറ്റൂലേ? ചെയ്യണം. അടുത്തൊരു ചോദ്യം ഉണ്ട്. ഈ ചോദ്യം പല ആളുകൾക്കും ബുദ്ധിമുട്ടാ. ഒരു പണിയില്ല. നമുക്കറിയാം 0.111 എന്ന് പറഞ്ഞാൽ അത് 1/9 ആണ്. 0.4444 എന്ന് പറഞ്ഞാൽ അത് 4/9 ആണ്. ഡിനോമിനേറ്റർ അഥവാ ഛേദം തുല്യമായതിനാൽ അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. 1 + 4 5, 5/9 ദാറ്റ് ഈസ് എത്ര? 0.555 എക്സെട്ര. ഇത്ര ഉള്ളൂ. ഐഡിയ ആൻസർ. 2 മാർക്ക് പോക്കറ്റില്ല. ഒരു പണിയില്ല. വിത്തിൻ സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ഇത്രയും പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ക്ലാസ് നമ്മുടെ മാരത്തോൺ ഒക്കെ ഒന്ന് കേട്ട് നോക്കിയാൽ നിങ്ങൾ ഏത് ലെവലായിരിക്കും മക്കളെ. കമോട്രാ മഹേഷ് എന്നല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ. എന്റെ ഈ ചോദ്യം ഇഷ്ടമല്ല സാറേ അല്ലേ? പേടിക്കണ്ട കേട്ടോ, സിമ്പിൾ ക്വസ്റ്റ്യനാ. ശ്രദ്ധിച്ചോളൂ. റൂട്ട് ഓഫ് 0.4444 എത്ര എക്സെട്ര എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ല. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അത് 4/9 ആണ്. റൂട്ട് ഓഫ് 4/9 എന്ന് പറഞ്ഞാൽ √4/√9 സെപ്പറേറ്റ് ചെയ്യാം. √4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ആണ്. √9 എന്ന് പറഞ്ഞാൽ 3 ആണ്. പക്ഷെ ആൻസർ അറിയില്ല അല്ലേ മക്കളെ? ശ്രദ്ധിച്ചോളൂ. 3 ആണെങ്കിൽ നമുക്ക് ഇതിനെ 10 ആക്കാൻ കഴിയില്ല. 10, 100, 1000 ആക്കാൻ കഴിയില്ല. മറ്റു ചോദ്യങ്ങളൊക്കെ പറ്റുമായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 9 ആക്കാൻ കഴിയുമോ നോക്കുക. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 3 കൊണ്ട്. അപ്പൊ ഇതിന് ആൻസർ 2 × 3 6. 6/9 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.666 എക്സെട്ര. അപ്പൊ 0.444 എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എത്രയാണ്? 0.666 എക്സെട്രയാണ്. സിമ്പിൾ അല്ലേടാ? ഇതൊക്കെ PSCക്ക് വരെ ചോദിക്കുന്ന ചോദ്യം. അതാണ് നിങ്ങൾ മനസ്സിലാക്കണ്ടേ. 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന ചോദ്യം PSCകൾക്ക് വരെ വരാറുണ്ട്. ഞാൻ പോയ എക്സാമിന് വന്നിട്ടുണ്ട് സെയിം മോഡൽ ക്വസ്റ്റ്യൻ. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ ചോദ്യങ്ങളിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യം വരും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. നിങ്ങൾ ആൻസർ പറയാൻ പറ്റുമോ? 0.333 എന്ന് പറഞ്ഞാൽ 3/9 ആണ്. 0.444 എന്ന് പറഞ്ഞാൽ 4/9 ആണ്. സോ ദ ആൻസർ ഈസ് 7/9 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.777 എക്സെട്ര. ഇതേ രീതിയിൽ നിങ്ങൾ ഇതിന് ആൻസർ ചെയ്യാം. 0.666 ഹോൾ സ്ക്വയർ എത്ര? 6/9 ഹോൾ സ്ക്വയർ. ഇത് കൂടെ 0.666 എക്സെട്ര എന്ന് പറഞ്ഞാൽ എത്ര? 6/9 ആണ്. ഈ കുഞ്ഞു വീഡിയോയിൽ ഇത്രയും മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റിയാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങളുടെ ലെവല്. സോ ഇതിന് ആൻസർ എത്ര കിട്ടും? 6/9 നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കാം. 6നെയും 9നെയും വെട്ടാം. 2/3 എന്ന് എഴുതാം. 2/3 അല്ലേ? 6ൽ എത്ര 3 ഉണ്ട്? 2. 9ൽ എത്ര 3 ഉണ്ട്? 3. അങ്ങനെയാണ് 2/3 വന്നത്. 2/3 പറഞ്ഞാൽ 2²/3². 2² പറഞ്ഞാൽ 4 ആണ്. 3² പറഞ്ഞാൽ 9 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയായിരിക്കും? 0.444 എക്സെട്ര. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഹോംവർക്കാണ്. ഈ കമന്റിന്റെ കൂടെ നിങ്ങൾ ഈ വീഡിയോയുടെ ഫീഡ്ബാക്കും കമന്റ് ചെയ്യണം. പൊളിച്ചടക്കും കേട്ടോ. ഓക്കെ, ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇനി വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുക കേട്ടോ. അപ്പൊ എന്റെ പേര് ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്, ഷാഹിദ് റംസാൻ. സോ ഇതിന് ആൻസർ ഇത്രേ ഉള്ളൂ. √1 നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. 1/9 ആണ്. അപ്പൊ √1/√9 ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു 3 ഉള്ളത് കിട്ടും. 3 ആണെങ്കിൽ 9 ആക്കിയാൽ ആൻസർ ആയി. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിച്ചോടെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ അയച്ചു കൊടുക്കുക. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. ബൈ.